എന്നുള്ളതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. ഞാൻ അത് പലരുടെ അടുത്ത് ഞാൻ ഈവൻ രേണു ചേച്ചിയുടെ കേസാണെങ്കിൽ ഞാൻ സോറി പറയുകയും ചെയ്തു. ബിഗ് ബോസിന് എന്ത് തോന്നുന്നു? അക്ബറിന് സ്വയം ഒരു വിശ്വാസമില്ലേ? എനിക്ക് ഞാൻ പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ മാനസികപരമായിട്ടുള്ള തെറ്റുകൾ എല്ലാ മനുഷ്യന്മാർക്കും, അതായത് ഇവിടെയുള്ള എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുപോലെ എനിക്കും വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഖേദിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കാണുന്ന, ഈ ഷോ കാണുന്ന, ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കുന്ന ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റുകൾ തിരുത്തി മുന്നേറുക എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മം. അതെ. ഞാനൊരു അക്ബർ എല്ലായ്പ്പോഴും ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും. അക്ബറിന് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു വ്യക്തി ആരാണിവിടെ? അപ്പാനി. ഇവിടെ അവന്റെ അടുത്താണ് ഞാനിപ്പോ എന്റെ പ്രശ്നങ്ങള് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ, ഇപ്പം പല കാര്യങ്ങളും ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റുമോ ബിഗ് ബോസ്? അത് അതിനുള്ള സമയമുണ്ടോ എനിക്കറിയില്ല എന്നാണ്. അക്ബറിന് സംസാരിക്കാം. ഇപ്പൊ ലാസ്റ്റ് നടന്നപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ശാരിക ചേച്ചിയുടെ അടുത്ത് നമ്മളെല്ലാരും കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ ശാരിക ചേച്ചിയുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു കൺസേൺ ഞാൻ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഞാൻ ഒരു പറയാൻ പാടില്ലാത്തൊരു തെറി പറഞ്ഞു. അപ്പൊ അത് കേരളത്തിലെ സാധാരണ, അതായത് എന്റെ നാട്ടിൽ നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെയായിട്ട് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ തന്നെ എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്, ഇത് മോനെ, ഇത് വീടല്ല, ഇത് വീട്ടിലെ കൂട്ടുകാർക്കിടയിലും അല്ല, ഇത് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. അപ്പൊ എന്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് ലാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇന്നലെ ശാരിക ചേച്ചിയോട് പറഞ്ഞതും അതാണ്.